ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ആ ശക്തമാണ്. ഇതിലെ മിസ്യൂസിന് എതിരെയുള്ള നടപടികളും ശക്തമാക്കണമെന്ന് മാത്രമേ അവരുടെ അഭിപ്രായമുള്ളത്. അതായത് ഈ നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതിനെതിരെയുള്ള നടപടികളും ശക്തമാക്കണം. അത് അങ്ങനെയുള്ള കേസുകളും പിന്നെ ഒന്നും അല്ലാതെ ആയി പോവുകയാണ്. ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ചില കേസുകളിലൂടെ ചൂണ്ടിക്കാണിച്ചു. ഇത് തികച്ചും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞാലും അതിനെതിരെ നടപടി എടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. രജീഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ദീപക്കിന് ഒരു മാനസിക പ്രശ്നമുണ്ട്, വല്ലാത്തൊരു സംഘർഷം അനുഭവപ്പെടുന്നു എന്നുണ്ടായപ്പോൾ നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കൾ എന്താണ് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആകെ ഒരു സുഹൃത്തിനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരുന്നു? ഇല്ല, നമ്മളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അത് അപ്പം തന്നെ ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്തേനെ. പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാപന ഉടമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു വക്കീലിനെ കണ്ടിട്ട് നമുക്ക് ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് പല ആളുകളും ഇത് ദീപക്കെ നിന്റെ വീഡിയോ അല്ലേ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന് തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ. നമ്മളാരും ആ നാട്ടുകാരൊന്നും ഈ വീഡിയോ ആരും കണ്ടിട്ടില്ല. ഈ മരണശേഷമാണ് നമ്മളൊക്കെ ഈ വീഡിയോ കാണുന്നത്. നമുക്ക് തന്നെ പല ആളുകൾ അയച്ചിരുന്നത് ഇങ്ങനെ ഒരു വീഡിയോന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ തൂങ്ങി മരിക്കാനുണ്ടായി ായിട്ടുള്ളത് നമ്മളൊക്കെ പിന്നീട് അറിയുന്നത്. അപ്പൊ ഈ ഏറ്റവും കഷ്ടം ആ മനുഷ്യന്റെ ജന്മദിനമായിരുന്നു. അതെ അതെ, കാരണം ദീപക് ഒരുപാട് ഫ്രണ്ട്സുള്ള ആളല്ല. നമ്മളൊക്കെ ആയാലും ദീപക് ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരാളല്ല. വളരെ കുറച്ച് ആളുകളായിട്ട് സംസാരിക്കുന്നു, വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ദീപക് മരിച്ചുപോയെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ആ വീഡിയോ നമ്മൾ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഇവർ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളിൽ ഒരു ഭാവവ്യത്യാസവും കാണുന്നില്ല. ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്ന പറഞ്ഞ പോലെ മൂവ്മെന്റ് മനസ്സിലാവുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു മൂവ്മെന്റും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത്. അതാണല്ലോ പോലീസ് അന്വേഷിക്കട്ടെ. എന്ത് മൂവ്മെന്റ് ഞാൻ പറഞ്ഞത് എന്താണ്, പലരാണ് സൈക്കോളജിക്കലി പല പല അവസ്ഥകളുള്ള മനുഷ്യന്മാരാണ് നമ്മളല്ല. നിങ്ങൾക്കും അറിയില്ല ദീപകിന്റെ അവസ്ഥ എന്തായിരുന്നു. ഒരു മനുഷ്യന് ഒരു അബ്യൂസർ ആണെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ റേപ്പിസ്റ്റ് ആണെന്ന് അറിയുന്നത് അയാളുടെ ഒരുപാട് പണികൾക്ക് ശേഷമായിരിക്കും അറിയുന്നത്. അതുവരെ നമ്മൾ ആ സമൂഹത്തിൽ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സഡൻലി ഒരു ചൈൽഡ് അബ്യൂസർ ആവുന്നു. അത്രയും നാളും നമ്മൾ അയാളെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, നല്ലതാണ്, എവിഡൻസ് ഒന്നുമില്ല നമുക്ക് അയാൾക്കെതിരെ, അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും. ഒരു സഡൻലി അയാൾ ഇതാകുമ്പോൾ തന്നെ എവിഡൻസ് ഉള്ള ഒരു സ്പേസിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യും. എവിഡൻസ് ഇല്ലാത്തിട്ട് അപ്പോഴും നമ്മൾ പറയാം അയാൾ നല്ലവനാണ്. എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എവിഡൻസ് ഇല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ എവിഡൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു കണ്ടാൽ കൃത്യമായി അറിയാം. ഒരു വ്യക്തി ഒരു തെറ്റ് വളരെ വ്യക്തമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി പൊളിറ്റിക്കലി ആക്റ്റീവ് ആണ്. അവർക്കറിയാം അവര് ഒരു എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയൊന്നും അല്ല പെട്ടെന്ന് എടുത്തിട്ട് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവരത് എടുത്തത് അവരുടേതായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരെടുത്തത്. അവരൊരു സോഷ്യൽ പേഴ്സൺ എന്നോ അല്ല പ്രസന്റേഷൻ എന്നുള്ള നിലയിൽ അവരതിനെ റെക്കോർഡ് ചെയ്യുന്നു. അതിന് മുമ്പ് വേറൊരു സ്ത്രീക്ക് ഇത് ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കറിയില്ല ഉണ്ടായോ ഇല്ലയോ, ഉണ്ടായോ ഇല്ലയോ, ഉണ്ടായോ ഇല്ലയോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടി ഷിംജിതയെ നമ്മളിപ്പോ മനസ്സിലാക്കിയിടത്തോളം നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ എല്ലാ കഴിവുമുള്ള ഒരു നല്ല വിദ്യാഭ്യാസം ആ സ്ത്രീക്ക് അപ്പം തന്നെ പ്രതികരിക്കാമായിരുന്നു. ഒരു കാര്യം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.